ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. മൊബൈൽ ഫോണ് ചാർജിൽ കുത്തിവെച്ചുകൊണ്ട് സംസാരിക്കുകയും ഗെയിം കളിക്കുകയും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുകയും ചെയ്യുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന മാനേജർ വർക്ക് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ഇരുന്നു കൊണ്ട് മൊബൈൽ ഫോൺ ചാർജിൽ കുത്തി വെച്ചുകൊണ്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എന്തോ ഷോർട്ട് സർക്യൂട്ട് സംഭവിച്ചു. ഓവർ ഹീറ്റ് ആയതാണോ എന്താണെന്ന് വ്യക്തമല്ല. ഫോണ് പൊട്ടിത്തെറിക്കുകയാണ്. ജീവൻ നഷ്ടമാകുന്ന, ജീവൻ പൊലിയുന്നൊരവസ്ഥയിലേക്ക് മാറുകയാണ് ഗൈസ്. സോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് ആദ്യം ഒന്ന് കണ്ടോളാം. അതായത് അദ്ദേഹത്തിൻ്റെ ക്യാബിനിലെ, അദ്ദേഹത്തിൻ്റെ ഓഫീസിൻ്റെ അകത്തുള്ള CCTV ഫൂട്ടേജാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മാനേജറിൻ്റെ അടുത്തേക്ക് കമ്പനി സ്റ്റാഫ് ഫയലുമായിട്ട് വരുന്നു. ഫയൽ കാണിച്ചു കൊടുക്കുന്നു. ഫയലിൽ സൈൻ ചെയ്ത് കൊടുക്കുന്നു. ഫയൽ വായിക്കുന്നു. ഒക്കെ ചെയ്യാണ്. ഇപ്പം വന്ന ആ ലേഡി നിങ്ങൾ നോക്കുക. ഇപ്പോൾ വന്ന ആ ഒരു ലേഡി ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന, ഈ ഫയലുകളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു സ്റ്റാഫാണ്. അങ്ങനെ സൈൻ ചെയ്യേണ്ട ഭാഗത്തൊക്കെ മാനേജർ സൈൻ ചെയ്തു. പക്ഷേ ഇപ്പോഴും നിങ്ങൾ നോക്കുക, ഈ സമയത്തും അദ്ദേഹം ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ സ്വാഭാവികമാണ്, വർക്ക് സ്ട്രെസ് ഉണ്ടാകും. അതുപോലെ തന്നെ ഒരുപാട് ആളുകളെ കോൾ ചെയ്യേണ്ട ആവശ്യമുണ്ടാകും. ഒരുപാട് ആളുകളോട് പല കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമുണ്ടാകും. ഒക്കെ ഉണ്ടാവും. അതൊക്കെ വർക്കിൻ്റെ ഭാഗമാണ്. പക്ഷേ നിങ്ങളുടെ ഹെൽത്തിനൊരു പ്രശ്നം വരുന്ന രീതിയിൽ, നിങ്ങളുടെ ജീവിതം അല്ലെങ്കിൽ നിങ്ങൾ ജീവൻ നഷ്ടമാകുന്ന രീതിയിലുള്ള വർക്കൊന്നും ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല. ഇനി മറ്റൊരു സ്റ്റാഫ് വരുന്നു. അതായത് അവനെ, ആ ഒരു സ്റ്റാഫിനെ ചീത്ത പറയാണ്. മീൻസ് വർക്ക് ഡിലേ ആയതുകൊണ്ടോ എന്തോ ഒരു കാരണം കൊണ്ട്. ഇതൊക്കെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന, കോർപ്പറേറ്റീവ് ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ ഫേസ് ചെയ്യുന്ന പ്രശ്നമാണ്. മേലുദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന പ്രഷർ നോക്കണ്ട. എനിവേ ചെയ്ത വർക്ക് കാണിക്കുന്നു. അതെന്തോ കംപ്ലീറ്റ് ആയിട്ടില്ല. പക്ഷേ എനിവേ സൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു. സ്റ്റാഫും പോയി. ഇനി നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം. ഫോണിൽ, അദ്ദേഹത്തിൻ്റെ ഫോണിൽ ചാർജില്ല ഗൈസ്. ചാർജറാണ് അദ്ദേഹം ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ചാർജർ കിട്ടി. പക്ഷെ വലിയ മണ്ടത്തരമാണ്, അല്ലെങ്കിൽ വലിയൊരു തെറ്റാണ് ചെയ്യുന്ന. ഇത് എത്ര വലിയ ഒരു മണ്ടത്തരമാണ്, അബദ്ധമാണ് എന്ന് മനസ്സിലാക്കാതെയാണ് ചെയ്യുന്നത്. നോക്കുക, മൊബൈൽ ഫോണ് ചാർജിൽ കുത്തിവെച്ചു, സ്വിച്ച് ഓൺ ചെയ്തു, സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഇനിയാണ് ആ ഫോൺ പൊട്ടിത്തെറിക്കുന്നത്. ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു മാനേജർ നിമിഷങ്ങൾക്കുള്ളിൽ മരണപ്പെടുകയാണ്. വലിയൊരു ശബ്ദം കേട്ടിട്ട് സ്റ്റാഫുകളൊക്കെ ഓടി വന്നു കേട്ടോ. സ്റ്റാഫുകളൊക്കെ ഓടി വന്നു. പക്ഷേ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ഡെഡായിപ്പോയി. ആ ഒരു ഫീമെയിൽ സ്റ്റാഫ് വന്നു. ശബ്ദം കേട്ട്, സൗണ്ട് കേട്ട് വന്ന് നോക്കിയപ്പം മാനേജർക്ക് ബോധമില്ലാതെ കിടക്കാണ്. ആ സമയത്ത് ആ പ്ലഗിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, പുക വരുന്നുണ്ട്. ഫോണിൽ നിന്ന് കത്തിയ മണം, കരിഞ്ഞ മണമൊക്കെ വരുന്നുണ്ട്. അപ്പം മനസ്സിലായി ചാർജിൽ കുത്തിവെച്ച് സംസാരിച്ചു കൊണ്ടാണുള്ളത്. പക്ഷെ അദ്ദേഹത്തെ അപ്പം തന്നെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പക്ഷെ പോയി. എനിവേ പറയാനുള്ള കാര്യം,
പല ആളുകളും ഈ പറയുന്ന ഞാൻ ഉൾപ്പെടെ മൊബൈൽ ഫോൺ കുത്തിവെച്ചുകൊണ്ട് സംസാരിക്കാറില്ല, പക്ഷെ മൊബൈൽ ഫോൺ കുത്തിവെച്ചിട്ട് ചിലപ്പോൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ ഇനി അങ്ങനെ ഉണ്ടാവില്ല. കാരണം ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മൾ പഠിക്കുക. ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക, അത്രേ പറയാനുള്ളൂ. സോ മറ്റൊരു വീഡിയോ വരെ കാണാം. ബൈ.